ഇന്ത്യ പ്രതിരോധ ആയുധ നിർമ്മാണ രംഗത്ത് ഏറെ മുന്നേറിയിരിക്കുന്നു. പല വൻകിട രാജ്യങ്ങളും ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ സമീപിക്കുന്നു. ഒരു കാലത്ത് പ്രതിരോധ രംഗത്ത് ഉപഭോക്താക്കളായിരുന്ന ഇന്ത്യ നിലവിൽ നിർമ്മാതാക്കളാണ്. നിരവധി രാജ്യങ്ങൾക്ക് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളും യുദ്ധസാമഗ്രികളും ഇന്ത്യ വിതരണം ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളും വീണ്ടും ആയുധങ്ങൾക്കായി ഇന്ത്യയെ സമീപിക്കാറുമുണ്ട്. ഇതിൽ പ്രധാനിയാണ് ഫിലിപ്പീൻസ്. ഇന്ത്യൻ നിർമ്മിത ഹെലികോപ്റ്ററാണ് ഇക്കുറി ഫിലിപ്പീൻസ് ആവശ്യപ്പെടുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള താൽപ്പര്യമാണ് ഫിലിപ്പീൻസ് ഇന്ത്യയെ അറിയിച്ചിട്ടുള്ളത്. അടുത്തിടെ ഇന്ത്യയുടെ 3 യുദ്ധക്കപ്പലുകൾ മനിലയിൽ നങ്കൂരമിട്ടിരുന്നു. ഈ വേളയിലായിരുന്നു ഫിലിപ്പീൻസ് നാവികസേന ഹെലികോപ്റ്ററുകൾക്കുള്ള താൽപ്പര്യം പ്രകടമാക്കിയത്. INS ഡൽഹി, INS ശക്തി, INS കിൽത്താൻ എന്നീ യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ചിരുന്നത്. ഇതിൽ INS ശക്തിയായിരുന്നു അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ വഹിച്ചിരുന്നത്. ധ്രുവ് ഹെലികോപ്റ്ററുകളാണ് ഫിലിപ്പീൻസിന് ആവശ്യമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയ ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് മേധാവി അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററായ MK-3 ഗോവയിലേക്ക് യാത്ര ചെയ്തിരുന്നു. ഹെലികോപ്റ്ററിൻ്റെ കരുത്ത് നേരിട്ട് അറിഞ്ഞതോടെയാണ് ഇന്ത്യയെ സമീപിക്കാനുള്ള തീരുമാനമെന്നും സൂചനയുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം സമുദ്രമേഖലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഹെലികോപ്റ്ററുകളുടെ നിർമ്മാതാക്കൾ. ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹെലികോപ്റ്ററുകൾക്കും മറ്റ് യുദ്ധവിമാനങ്ങൾക്കുമായി താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് HALനെ സംബന്ധിച്ച് നിർണായകമാണ്. പ്രതിവർഷം 30 മുതൽ 90 വരെ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ HALന് കഴിയും. 300-ലധികം അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ പ്രവർത്തിക്കുന്നത്. നിലവിൽ MK-4 ഹെലികോപ്റ്ററുകൾക്ക് ആയുധക്കരുത്ത് നൽകിക്കൊണ്ടുള്ള പുതിയ പതിപ്പിൻ്റെ പണിപ്പുരയിലാണ് HAL. അടുത്തിടെ ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് ഫിലിപ്പീൻസിന് കൈമാറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹെലികോപ്റ്ററുകളും ആവശ്യപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ആയുധങ്ങളുടെ കരുത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രിയമേറുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്.